സമയം 11:50 കുഞ്ഞുമോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കുഞ്ഞുമോളത് ഇപ്പോൾ കൊടുന്നിട്ടുള്ളൂ. അപ്പോൾ അവരുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാനും ചേട്ടനും ഉണ്ട് ഇവിടെ. മൂത്താളും കുഞ്ഞുമോളും കിടന്നു. അപ്പോൾ നമുക്ക് സർപ്രൈസ് ഉണ്ടാകുന്നത് കാണാട്ടോ. അപ്പോൾ നമ്മൾ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുന്നത് പുറത്ത് വണ്ടിയിലാണ് കേട്ടോ. നമ്മൾ ഇപ്രാവശ്യം ബർത്ത്ഡേ ഡെക്കറേഷനൊക്കെ ചെയ്തത്. എന്താ വെച്ചാൽ പരീക്ഷ നടക്കണ കാരണം തന്നെ അകത്തൊന്നും നമുക്ക് സർപ്രൈസ് കൊടുക്കാനുള്ള സെറ്റപ്പ് ഇല്ല. കാരണം അവർ പരീക്ഷ നടക്കണ കാരണം തന്നെ റൂമിലിരുന്ന് പഠിക്കുകയാണ്. അപ്പോൾ പിന്നെ പുറത്ത് നമ്മളിത് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അവൾ അറിഞ്ഞിട്ടില്ല കേട്ടോ. അവളാകെ സർപ്രൈസായി പോയി നമ്മൾ ഈ വണ്ടിയിൽ ഈ ഡെക്കറേഷനൊക്കെ ചെയ്തത് കേട്ടോ. അപ്പോൾ നമുക്ക് അവളെന്നെ പതുക്കെ വിളിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് നമ്മൾ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതേ ഇതുപോലൊരു കേക്ക് വൈറ്റ് ഫോറസ്റ്റ് ആണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയത്. ഇനി നമുക്ക് കുഞ്ഞുമോളെ വിളിക്കാം കേട്ടോ. എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് പോകാൻ നിൽക്കാം കേട്ടോ ഗൈസ്. അതെ ഗൈസ്, ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഞാൻ വിചാരിച്ചറിഞ്ഞപ്പോ ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഇതാണ് നമ്മളെ ബർത്ത്ഡേകൾ. ഉറങ്ങാതെ കളിക്കുന്ന ബർത്ത്ഡേ. എങ്ങനെയുണ്ട്? മുറിക്ക് പാട്ടുപാടണ്ട്. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. നമ്മൾ ശരിക്കും സർപ്രൈസ് ആയിട്ടോ. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ അവർക്കൊരു 16 തരം ഗിഫ്റ്റ് ഒരു പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് മൂത്താളും ഫ്രണ്ട്സും അവരെല്ലാവരും കൂടിയിട്ട് ഒരു 16 തരം ഗിഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൽ ഏറ്റവും സർപ്രൈസ് ആയത് ഈ ഡ്രസ്സാണ് കേട്ടോ. ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ആൾ അങ്ങനെ പ്രതീക്ഷിച്ചില്ല. ആൾ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുന്നത്. അപ്പോൾ ചേട്ടൻ്റെ ഫ്രണ്ട് കൊടുത്തിട്ട് ഗിഫ്റ്റാണ് കേട്ടോ. അത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ എല്ലാവരും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും ഗിഫ്റ്റ് പൊട്ടിക്കുന്ന സമയമാണ് കേട്ടോ. ഗിഫ്റ്റ് പൊട്ടിച്ച് എല്ലാവരും കേക്കൊക്കെ കഴിച്ച് നമ്മൾ വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് എല്ലാവരും ഉണ്ട് കേട്ടോ. ഇത് ശരിക്കും സർപ്രൈസായി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ ഒരു ഇതുണ്ടാവുമെന്ന്. പിന്നെ അതേ ഒരു ചെറിയൊരു ഫോട്ടോ ഫ്രെയിം കൂടിയും കൊടുത്തിട്ടുണ്ട്. ഇങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫോട്ടോയാണ് കേട്ടോ. അപ്പോൾ അത് ഫോട്ടോ ഫ്രെയിം കൂടിയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ 16 തരം ഗിഫ്റ്റ് പൊട്ടിക്കണമെങ്കിൽ കുറച്ച് ടൈം വേണമല്ലോ. അപ്പോൾ അതേ ഡ്രസ്സൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ കുഞ്ഞുമോളുടെ ഫ്രണ്ട്സൊക്കെ കൊടുത്തിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. അവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ വേഗം പൊട്ടിക്കാൻ പറയുകയാണ് എല്ലാവരും. അപ്പോൾ അതേ എല്ലാവരും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അടിപൊളിയായിരുന്നു ബർത്ത്ഡേ പ്രാവശ്യത്ത്. കുട്ടിക്ക് തുറന്നിട്ട് ഇത് എന്താന്ന് അറിയണില്ല കേട്ടാ. അങ്ങനെ കുറേ നേരം പൊട്ടിച്ച് കുറേ മിഠായിയും മാല കമ്മൽ അങ്ങനത്തെ എല്ലാ ഐറ്റംസും കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ കാറിലുള്ള പരിപാടി ഇത് നമ്മുടെ ഫ്രണ്ട്സ് തീരുമാനിച്ചിട്ടുള്ളതാട്ടോ ഇങ്ങനെ ചെയ്യാമെന്ന്. കാരണം എന്താ വെച്ചാൽ ഇവിടെ അങ്ങനെ പറ്റിക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പരീക്ഷ ആയ കാരണം തന്നെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് അങ്ങനെ ആളിറങ്ങില്ല. ഫുൾ പഠിപ്പ് റൂമിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് പുറത്ത് ഇത് സെറ്റ് ചെയ്യാൻ നല്ല നേരം കിട്ടിയിട്ടാണ്. അപ്പോൾ ആൾ പുറത്തേക്ക് ഇറങ്ങി വന്നേ ഇല്ല. പിന്നെ എന്താ ഒരു സംശയം തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവളോട് 12 മണിയാകുമ്പോഴേക്കും വേഗം കിടക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഓൾറെഡി കേക്ക് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. കേക്ക് എന്തായാലും മുറിക്കും എന്ന് അവൾക്കൊരു ഡൗട്ട് അടിച്ചു പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് അവൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. കാരണം 12 മണി കഴിഞ്ഞാൽ കേക്ക് മുറിക്കും. കാരണം ഞങ്ങളെല്ലാവരും ഇങ്ങനെ 12 മണിക്ക് കേക്ക് മുറിക്കാൻ പോകാറുണ്ട് ഫ്രണ്ട്സിൻ്റെ ഒക്കെ കേട്ടോ. അപ്പോൾ അവൾക്കൊരു ഡൗട്ട് തോന്നി. പിന്നെ ഈ ഫ്രണ്ട്സൊക്കെ വരുമെന്ന് അവൾക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ. അതാണ് കൂടുതലും സർപ്രൈസ് ആക്കിയത് കേട്ടോ.
അപ്പോൾ അത് അടിപൊളിയായിരുന്നു എന്തായാലും. അപ്പോൾ ഇന്ന് ഇങ്ങനെ ഞങ്ങളിവിടെ എല്ലാവരും കൂടി ആഘോഷിച്ചു. ഇനിയിപ്പോൾ നാളെ നമ്മളെല്ലാവരും തറവാട്ടിൽ പോയിട്ട് അച്ഛമ്മയുടെ അടുത്താണ് കേട്ടോ കേക്ക് മുറിക്കുക. അപ്പോൾ ഇന്നത്തെ രാത്രി എല്ലാവരും 12 മണിക്ക് ശേഷം കുറച്ച് നേരം ഉറക്കമൊളിച്ചു. എല്ലാവരും ജോലിക്ക് പോകണവരും പരീക്ഷയുള്ളവരാ. പക്ഷേ ആ നേരം പെട്ടെന്ന് എല്ലാവരും കൂടി കുറച്ച് നേരം എല്ലാവരും കൂടിയിട്ട് കേക്ക് മുറിക്കലും കഴിക്കലും ഒക്കെ കൂടി അടിച്ച് പൊളിച്ചു കേട്ടോ. ഇതൊക്കെയല്ലേ ചെറിയ നമ്മുടെ സന്തോഷങ്ങൾ. അങ്ങനെ ഇപ്രാവശ്യത്തെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നാളെ കേക്ക് മുറിക്കൽ തറവാട്ടിലും കൂടി ഉണ്ട്. അതും കൂടി നമുക്ക് ഇതിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ കുഞ്ഞുമോൾക്ക് ഇതേ ഗിഫ്റ്റൊക്കെ കിട്ടിയത് എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തിട്ടപ്പോൾ ഓരോന്നായിട്ടൊന്നും ഞാൻ കാണിക്കണില്ല. അപ്പോൾ ഇത്രയ്ക്ക് ഗിഫ്റ്റൊക്കെയാണ് കുഞ്ഞുമോൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ബർത്ത്ഡേ ആഘോഷമൊക്കെ അപ്പോൾ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം അപ്പം ഞങ്ങൾ ഇതേ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ് തറവാട്ടിൽ. കുഞ്ഞുമോളുണ്ട് ഇവിടെ. ഇവിടെ ഉണ്ട്, മേക്കപ്പിലാണ്. അപ്പം ഞങ്ങൾ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ കാണിച്ചു. ഞങ്ങൾ കേക്കൊക്കെ കൊണ്ടതേ തറവാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണണമെങ്കിൽ ഇങ്ങനെയൊക്കെ പുറത്ത് പോയേക്കായിരുന്നു. അവർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ എല്ലാവരും വന്നപ്പോൾ അതേ ഒരുമിച്ച് കേക്ക് മുറിക്കാനുള്ള പരിപാടിയാണ്. കാണണമെങ്കിൽ ഇങ്ങനെയൊക്കെ ആകാംക്ഷയോടെയാണ് കാത്തു നിൽക്കുന്നത്. കേക്ക് മുറിക്കുന്ന നോക്കി നിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനെ എല്ലാവരും കൂടി കുഞ്ഞിന് കൊടുത്തിട്ട് കുഞ്ഞിന് കേക്ക് കഴിച്ച് വയറ് നിറഞ്ഞു. എല്ലാവരും ഓരോ പീസ് ഇതേ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാവരും കൊടുത്തുട്ടാ. എല്ലാവരും കൊടുത്തു. എന്നിട്ട് ഇതേ പാപ്പൻ്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞപ്പോൾ ഉള്ള വായ നിറച്ച് കേക്കാണ്. അപ്പോൾ പാപ്പൻ പറയുന്നുണ്ട് അത് ഇറക്ക്, എന്നിട്ട് ഞാൻ തരുന്നു പറഞ്ഞു. അപ്പോൾ അവൾ ഫുള്ള് ഇറക്കിയിട്ട് ഇതാ കേക്ക് മേടിക്കാൻ. അടുത്തത് നമ്മുടെ കുഞ്ഞിന് കണ്ണൻ്റെയും കിങ്ങിൻ്റെയും വക ഗിഫ്റ്റ് കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ അത് ഗിഫ്റ്റ് കൊടുക്കുന്നതിന് മുന്നേ കേക്ക് അവിടെ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് കേക്ക് കഴിക്കാനുള്ള തിരക്കാണ്. അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാനുള്ളൊരു മൂഡൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എന്നാലും പാപ്പനും മെമ്മ പറയേണ്ട കുഞ്ഞേച്ചിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നു. കിങ്ങിണി ഒരു പൊട്ടിക്ക് നിൽക്കണില്ല. അവിടെ അച്ചാച്ചൻ കേക്ക് മുറിച്ച് പാത്രത്തിലാക്കുന്നുണ്ട്. അപ്പോൾ അത് എടുക്കണം. അപ്പോൾ അത് ഗിഫ്റ്റ് കൊടുക്കുക വേണ്ടേ, കേക്ക് എടുക്കുക വേണ്ടേ പറഞ്ഞു. അപ്പോൾ അവൾ ഇങ്ങോട്ട് നീങ്ങി നിന്നു കേട്ടോ. അപ്പോൾ അതേ കണ്ണൻ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞിട്ട് ഇതേ ഗിഫ്റ്റ് കൊടുത്തിട്ട് അപ്പോഴേക്കും ഇവിടെ അച്ചാച്ചൻ്റെ അവൾക്ക് കേക്ക് കൊടുത്തു. അപ്പോൾ കേക്കും കൊണ്ട് വന്നിട്ട് ചിന്നേച്ചിക്ക് ഇതേ ഗിഫ്റ്റ് കൊടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേ ഗിഫ്റ്റ് എന്തിട്ടാണ് പൊട്ടിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ അത് ആ ഒരു അടിപൊളി വാച്ചാണ് കേട്ടോ. സൂപ്പറായിട്ടുണ്ട്, സൂപ്പർ വാച്ചാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് കേക്ക് മുറിക്കലും ഗിഫ്റ്റ് കൊടുക്കലൊക്കെ കഴിഞ്ഞ് തറവാട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് നമ്മളിത് പെട്ടെന്ന് വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ള കുഞ്ഞുമോളുടെ ബർത്ത്ഡേ ആഘോഷം. അപ്പോൾ ഇന്ന് ഫുള്ളും സർപ്രൈസ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.